ഈ കേരളത്തിലെ ചില നിയമസഭാ മണ്ഡലങ്ങൾ, അതുപോലെ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, ഇതൊക്കെ ചിലരുടെ പേരുമായി അങ്ങ് ചേർന്ന് കിടക്കുകയാണ്. എനിക്കിപ്പോൾ ഈ പട്ടാമ്പിയും ആലത്തൂരും പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് EMSനെയാണ്. പണ്ട് EMS ആദ്യകാലത്ത് പട്ടാമ്പിയിലാണ് മത്സരിച്ചത്. പിന്നീട് ഒരിക്കൽ പട്ടാമ്പിയിൽ നിന്ന് ആലത്തൂരിലേക്ക് വന്നു. അതുപോലെ ഈ മാള എന്ന് പറയുമ്പോൾ നമ്മൾ മാളയിലെ മാണിക്യം അല്ലേ, കരുണാകരനെ ഓർമ്മ വരും. അങ്ങനെ കേരളത്തിൽ ചില മണ്ഡലങ്ങളുണ്ട്. അതുപോലെ വടകര എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിലെത്തുന്നത് ഷാഫി പറമ്പിലൊന്നുമല്ല, ഷാഫി പറമ്പിലൊക്കെ ഇന്നലെ വന്നതാണ്. എനിക്ക് KP ഉണ്ണികൃഷ്ണനെ ഓർമ്മ വരുന്നത്. ഒരുപക്ഷെ ഈ പുതിയ തലമുറയ്ക്ക് KP ഉണ്ണികൃഷ്ണൻ അത്ര പരിചിതമല്ല. KP ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ളതായിട്ടാണ് അറിയുന്നത്. അദ്ദേഹം ഏറെക്കാലം ഡൽഹിയിലുമായിരുന്നല്ലോ, പത്രപ്രവർത്തകനും ഒക്കെ ആയിട്ടല്ലേ. അതെ, മാതൃഭൂമിയുടെ PK മാധവൻകുട്ടിക്കും മുമ്പേ അവിടെ കറസ്പോണ്ടൻ്റ് ആയിട്ടിരുന്ന ആളാണ്. മാതൃഭൂമിക്ക് അന്ന് ഈ പത്രപ്രവർത്തനം മികവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും നോക്കിയല്ലല്ലോ, അവരുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ചുറ്റുളയിലേക്ക് പോയ ആൾക്കാരാണല്ലോ പത്രത്തെ നയിച്ചിരുന്നത്. അപ്പോൾ ഒരു പാരമ്പര്യത്തിലുള്ള പലരും മാതൃഭൂമിയിൽ വരികയും എഴുതുകയും ലേഖകന്മാരാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പല പ്രാദേശിക ലേഖകന്മാരെയും ഒരു പത്രത്തിൻ്റെ സ്റ്റാഫായിട്ട് എടുത്തു. മനോരമയൊന്നും ചെയ്യാത്ത കാര്യമാണ്. ആ തരത്തിലൊരു ബന്ധമുണ്ട് അവർ. അപ്പോൾ മാതൃഭൂമിയുടെ മുഖമായിരുന്നു, ഡൽഹിയിലെ മുഖം കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നപ്പോഴത്തേക്ക് വടകര എന്ന് പറഞ്ഞാൽ KP ഉണ്ണികൃഷ്ണൻ സ്ഥിരം സ്ഥാനാർത്ഥിയാണ്. പത്രത്തിൽ 1971 മുതൽ 1971 മുതൽ 96 വരെ ആയി. അതായത് 25 വർഷമല്ലേ വടകര അതെ MP ആയിരുന്നു. 25 ജൂബിലി, സിൽവർ ജൂബിലി തികച്ചു. അതെ, സുന്ദരമായ, ആർക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ആ കാര്യം. സുന്ദരമായ ഒരു മുഖം. അപ്പോൾ നമ്മളെല്ലാം അത്ഭുതം. സുന്ദരമായിട്ടൊരു വടകര എന്ന് പറഞ്ഞാൽ ആ ഒരു മുഖം കാണും. ജയിച്ചവരുടെ കൂട്ടത്തിൽ ആ മുഖം കാണും. വേറൊരു രാഷ്ട്രീയക്കാരനല്ല കേട്ടോ, വെറും രാഷ്ട്രീയക്കാരനല്ല, വളരെ ഒരു ഹൈ പ്രൊഫൈൽ ഒരു ജീനിയസ് ആണ്. നമ്മള് ഈ തരൂരിനെ കാണുന്നതല്ല, തരൂര് വേറെ ഒരു വിശ്വപൗരനൊക്കെ പറഞ്ഞ് നടക്കുന്നു, വേറെ ലെവലാണ്. അപ്പോൾ സുമുഖനും ആയിട്ടുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ ഡൽഹിയിലെ ഒരു മുഖം എന്ന് വേണമെങ്കിലും മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. താൻ ഈ കോൺഗ്രസ് പാരമ്പര്യത്തിൽ ഇവിടെ മുന്നോട്ട് പോയ ഏതെങ്കിലും അഴിമതി കേസുമായിട്ട് കൂട്ടിക്കെട്ടി ഇത്രയും കാലത്തിനും അദ്ദേഹത്തിൻ്റെ പേര് ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് ഇപ്പോൾ എന്തു പറ്റി, എന്ത് ഉയരങ്ങളിലിരിക്കേണ്ട വ്യക്തിത്വങ്ങളാണത്. ഇടക്കാലത്ത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പത്രങ്ങളും പറയുന്നില്ല, നമ്മളും പറയുന്നില്ല. ദുരൂഹമായിട്ടുള്ളൊരു സംഗതിയാണ്, വളരെ ദുരൂഹമായിട്ടുള്ളൊരു സംഗതിയാണ്. എന്താണ് പറ്റിയതെന്നുള്ളത് വയലാർ രവിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് നിന്ന നിലപാടിൽ നിന്ന് മാറി കരുണാകരൻ്റെ പക്ഷത്തേക്ക് പോയതും രായ്ക്ക് രാമാനം അദ്ദേഹം രാജ്യസഭയിലേക്ക് വിജയിച്ചു പോയതും ഒക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അപ്പോഴും ഒരു ഉന്നത ശീർഷനായിട്ടൊരാളായിട്ട് തന്നെയായിരുന്നു. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം ഉയരത്തിലെത്താതെ പോയി. എങ്കിൽ തന്നെ എന്താ, മേഴ്സി രവി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും രാഷ്ട്രീയത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കാര്യം. പക്ഷേ KP ഉണ്ണികൃഷ്ണൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഈ 1971 പിന്നീട് 77, 80, 84, 89, 91 എന്നീ വർഷങ്ങളിലാണ് വടകരയിൽ നിന്ന് വിജയിച്ചത്. ഇതിൽ 80, 84, 89, 91 ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു. 71, 77 കോൺഗ്രസ് സ്ഥാനാർത്ഥി. അറിയാമല്ലോ, അന്ന് കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൽ നിന്നും അദ്ദേഹം മാറിപ്പോയത്, അതായത് ഇന്ദിരയുടെ കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റഡിയിൽ പറ്റിയൊരു തെറ്റാണ്. ആ ഒരു കീപ്പ് ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് കീപ്പ് ചെയ്ത് പിന്നെ മാറിയെങ്കിലും കരുണാകരൻ മാത്രമാണ്. രാജേന്ദ്ര, ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയനായിരുന്നു കേട്ടോ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയനായിരുന്നു. അതുപോലെ അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി ഒരിക്കൽ KP ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കാനായിട്ട് തന്നെ വടകരയിൽ വന്ന് പ്രസംഗിക്കുകയും ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവർ പിണങ്ങി പോകുമ്പോഴാണ് ഏറ്റവും ദേഷ്യം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് PC ചാക്കോയും പറഞ്ഞത്. നമ്മൾ ഒന്നിച്ചുണ്ടുറങ്ങി ഒരുമിച്ച് കഴിഞ്ഞിരുന്ന എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കൽ AK ആൻ്റണിക്കെതിരെ, അദ്ദേഹം സംശിഷ്ടൻ AK ആൻ്റണിയാണ്, ഉമ്മൻചാണ്ടി ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, PC ചാക്കോയുടെ മുമ്പിൽ AK ആൻ്റണി. കാരണം AK ആൻ്റണിയോടൊപ്പമാണ് ഇദ്ദേഹം മാറിയത്, പാർട്ടി വിട്ട് വിമതനായത്. എന്നിട്ട് AK ആൻ്റണി തിരിച്ചു പോകുന്നതിനെ എതിർത്ത ആളാണ് PC ചാക്കോ. കാരണം അവർ തമ്മിലാണ് ഈ ഐക്യം ഉണ്ടായിരുന്നത്. ഐക്യം പോയി കഴിയുമ്പോൾ വലിയൊരു ശത്രുതയായിട്ട് വരും. അതുപോലെയാണ് ഇന്ദിരാഗാന്ധിയുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നീങ്ങുകയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖമാവുകയും ചെയ്ത വ്യക്തി വിട്ടുപോകുന്നപ്പോൾ അതുകൊണ്ടുണ്ടായിട്ടുള്ള ദേഷ്യം, ആ വിഷമം, മനസ്സിലുണ്ടാകുന്ന വിഷമത്തിൽ നിന്നാണ് ദേഷ്യം ഉണ്ടാകുന്നത്. പറഞ്ഞറിയിക്കുക, അവരെ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം എന്നുള്ളൊരു വൈരാഗ്യമായിട്ട് അതങ്ങ് മാറി.
ഇദ്ദേഹം ഈ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ 60-ലാണ് അദ്ദേഹം കോൺഗ്രസിലും വരുന്നത്. അതെ, അന്ന് പ്രബലമായിരുന്നു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പ്രബലമാണ്. പ്രത്യേകിച്ച് വടകര ഭാഗത്ത് പട്ടം താണുപിള്ളയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടിരുന്ന ആളാണ് പട്ടം താണുപിള്ള. അപ്പോൾ അത് വളരെ പ്രമുഖമായൊരു പാർട്ടിയായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഇദ്ദേഹം ഡൽഹിയിൽ കഴിയുമ്പോഴേ എനിക്കിപ്പോഴും ഒരു രാഷ്ട്രീയക്കാരന് ഉപരിയായിട്ട് ഇദ്ദേഹത്തിനൊരു ബുദ്ധിജീവി ഫേസാണ് ഉള്ളത്. പത്രപ്രവർത്തകനും അവിടുത്തെ ഡൽഹിയിലെ ഈ ഒ വി വിജയൻ, എം പി നാരായണപിള്ള, കാക്കനാടൻ, ഈ വി കെ എൻ, ഇവരുടെയൊക്കെ ഇവരൊരു ഗ്രൂപ്പായിരുന്നു. അതായത് വി കെ മാധവൻ കുട്ടിയുടെ ഒരു പൂർവ്വഗാമിയായിരുന്നു അദ്ദേഹം. നല്ല സ്വാധീന വലയം, സഹായിക്കാനുള്ള ഹസ്തവുമായിട്ട് അദ്ദേഹം എപ്പോഴും ഡൽഹിയിലുണ്ടാവും. ഡൽഹിയിൽ എന്താ ആവശ്യങ്ങൾക്കും അദ്ദേഹത്തിനെ സമീപിച്ചാൽ മതി എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒടുവിലും കോൺഗ്രസ് വിട്ടിട്ടും അദ്ദേഹം മന്ത്രിയാവാൻ ഇടയായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ട്രാജക്ടറി നോക്കുമ്പോൾ കോൺഗ്രസ് വിട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്. മന്ത്രിയായിരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലൊക്കെ അത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അവിടെ ഒന്ന് ഇന്ദിരാഗാന്ധിയെ എതിർക്കാനുള്ള ഒരു തീരുമാനം, അത് പൊളിറ്റിക്കൽ സ്റ്റഡി കറക്റ്റ് ആവാത്തതിൻ്റെയാണ്. അവിടെ കരുണാകരൻ ശരിയായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റഡി നടത്തി അദ്ദേഹത്തിന് തൽക്കാലം കുറച്ച് നേട്ടമുണ്ടായി. പിന്നെ തിരിഞ്ഞ് സോണിയാഗാന്ധി വന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചടി ഏറ്റു തുടങ്ങിയത്. അതേസമയം കെ പി ഉണ്ണികൃഷ്ണൻ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന മനുഷ്യനായിട്ട് അദ്ദേഹം മാറിയനെ, സംശയമൊന്നുമില്ല. വിജയനാഥെ, രാഷ്ട്രീയത്തിൽ ചില അസംബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉയരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില ആൾക്കാർ ഒന്നുമല്ലാതെ പോകും. അതിലൊന്നാണ് ഈ PC ചാക്കോ, മറ്റൊന്നാണ് ഈ കെ പി ഉണ്ണികൃഷ്ണൻ. അതേ അവസരത്തിൽ തന്നെ ചില ആളുകൾ 8 നക്ഷത്രങ്ങളെ പോലെ അങ്ങ് ഉന്നതിയിലേക്ക് ഉയർന്നു കയറും. മറ്റാരുമല്ല, നമ്മുടെ KC വേണുഗോപാൽ അതിൻ്റെ മഹൂഢ ഉദാഹരണം. ഒന്നും ആകത്തില്ലെന്ന കരുതിയാണ് പെട്ടെന്ന് അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ, ഇന്നത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ കൂടി ഇരുന്നുവെങ്കിൽ KC വേണുഗോപാൽ ആരായിരുന്നു? പിടികിട്ടാത്ത രീതിയിൽ പോകും, പിടികിട്ടാ പുള്ളിയായിട്ട് പോയി. ഇപ്പോഴും കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഭയം KC വേണുഗോപാലിനെയാണ്. അതാണ് ഇംഗ്ലീഷിൽ ശരിയായിട്ട് മെറ്റിയോറിറ്റിക് റൈസ്, ഈ 8 നക്ഷത്രം പോലെ തന്നെ ഉയരങ്ങളിലേക്ക്. കാരണം രാഹുൽ ഗാന്ധി എസ് എന്ന് പറഞ്ഞാൽ മതി, ഇവിടെ എത്തും, എന്തുമാകാൻ പറ്റും. പക്ഷെ മോദി ഇരിക്കുന്നതിൻ്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. ആ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് രണ്ടുപേരും. പക്ഷെ നമ്മൾ ഈ KP ഉണ്ണികൃഷ്ണനെ പറയുമ്പോഴേ KC വേണുഗോപാലിനെ കൊണ്ടുവന്നതിലാണ് എനിക്ക് ആകെ കൂടെ വല്ലാതായി പോകുന്നത്. KP ഉണ്ണികൃഷ്ണൻ എത്ര ഉയരങ്ങളിൽ നിൽക്കുന്ന ആളാണ്, ഇപ്പോഴും നമ്മളൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഈ KP ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ എവിടെയാണ്? കോഴിക്കോടോ, വടകരയിലോ, തൃശ്ശൂർ ജീവിതത്തിലാണോ? ഡൽഹിയിലില്ല അദ്ദേഹം. അപ്പോൾ കേരളത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കാതിരിക്കുമോ? നമ്മളിത് അറിയേണ്ട കാര്യമാണ്. വളരെ കൊല്ലത്തിന് മുമ്പ് മാതൃഭൂമി ഏതോ ഒരു ഇലക്ഷൻ ടൈമിൽ ഇന്റർവ്യൂ കൊടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ കണ്ടവരുണ്ടോ എന്നൊരു പരസ്യം ഇപ്പോൾ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇത് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വേറെബൌട്ട്സ് അറിയാമെങ്കിൽ അത് നമുക്ക് അയച്ചു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. മാധ്യമങ്ങൾ വഴിയൊന്നും നമുക്കൊന്നും കിട്ടാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കോഴിക്കോട് ബ്യൂറോ പത്രങ്ങളുടെ അവിടെ സമീപിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. അവർ പോലും ഇപ്പോൾ പുതിയ തലമുറയാണ് അവിടെ മുഴുവൻ വന്നിരിക്കുന്നത്. KP ഉണ്ണികൃഷ്ണൻ, വോയിസ് KP ഉണ്ണികൃഷ്ണൻ ചിലപ്പോൾ നമ്മളോട് ചോദിച്ച് നമ്മളെ ആക്ഷേപിക്കാൻ സാധ്യതയുള്ള അതിൽ പോകണ്ട. നമ്മുടെ പ്രേക്ഷകരല്ല, നമ്മുടെ വ്യൂവേഴ്സിനെ നമുക്ക് വിശ്വസിക്കാം. അവരെന്തെങ്കിലും സത്യസന്ധമായിട്ട് എഴുതി തന്നാൽ നമുക്ക് എടുക്കാം. അതുകൊണ്ട് എന്തായാലും ശരി, അദ്ദേഹത്തിന് ആയുരാരോഗ്യം നമുക്ക് നേരുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.